ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ദ ബെറ്റർ ഇന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പെറ്റഗൺസ്. അപ്പോൾ ഗൈസ് ഇന്നും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ നീണ്ടിട്ടുണ്ട്. എന്തായാലും അതൊന്നും വെട്ടണം, അതൊന്നും അല്ല ഗൈസ് ഇന്നത്തെ മെയിൻ വിഷയം. നമ്മുടെ ഇന്ത്യ ബെറ്റർ നമ്മൾ സ്കൂളിലോട്ട് കാര്യങ്ങളൊക്കെ ചെല്ലാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും പുതിയ സ്കൂളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് തൊട്ട് സ്കൂളിലും കാര്യങ്ങളൊക്കെ ചേരാൻ പോവുകയാണ്. സമയം നോക്കുവാണെങ്കിൽ സമയം നോക്കുവാണെങ്കിൽ 7 മണി ആയിട്ടുണ്ട്. ക്ലാസ് 9:30 ഗൈസ്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കുവാണെങ്കിൽ ഇന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഷോറൂമിൽ പോകണം. കാരണം കാറുമായിട്ട് സ്കൂളിലോട്ട് ചെല്ലാൻ പാടില്ലെന്നാണ് കേസ് നിയമം. മാത്രമല്ല മുടിയും വെട്ടണം, പിന്നെ ഡ്രസ്സും മാറ്റണം കേസ്. നിക്കറിട്ടുകൊണ്ട് ചെല്ലത്തില്ല, പാൻറ് ഇടണം. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് ഡ്രസ്സ് മേടിക്കണം, പിന്നെ ഒരു ബൈക്ക് കൂടെ മേടിക്കണം കേസ്. കാറായിട്ടല്ല ചെയ്യത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ബൈക്കിലൂടെ എല്ലാം കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ഷോറൂമിലോട്ട് അട്ടടിക്കാൻ പോകും. അങ്ങനെ കേസ് നമ്മൾ ഷോറൂമിലോട്ട് അങ്ങ് എത്തിയിട്ടുണ്ട് കേസ്. അപ്പോൾ നോക്കുവാണെങ്കിൽ കേസ് ഇവിടെ എന്തൊക്കെ നമുക്ക് എന്തായാലും പുതിയൊരു ബൈക്കിങ് കയ്യിലേക്ക് മേടിച്ചു കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫൈനൽ നമ്മൾ ഷോറൂമിൽ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നൈസായിട്ട് വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്തിടാൻ കേസ്. എന്തിനാണ് അവിടെ വരെ പോയി ബുദ്ധിമുട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നൈസായിട്ട് ഇവിടെ ഞങ്ങൾക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് ഒരു കാറും ബൈക്കും കാര്യങ്ങളൊക്കെ മേടിക്കാം കേസ്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ മാനേജർ എന്ത് ചെയ്യും. ഓക്കെ കേസ്, എന്തായാലും ഇവിടെ ബൈക്കൊന്നും കാണുന്നില്ലല്ലോ. സാർ എന്തായിരുന്നു വേണ്ടത്? എനിക്കൊരു ബൈക്ക് വേണമായിരുന്നു. സാർ ബൈക്കൊന്നും ഇല്ലല്ലോ ഇവിടെ ഇപ്പൊ ആകെ 2 വണ്ടികളേ ഉള്ളൂ, ബൈക്കൊന്നും ഇല്ല. ബൈക്കില്ലേ? അയ്യോ പെട്ടല്ലോ. എന്തുപറ്റി സാർ, ഒരു കാർ എടുക്കുന്നു? എനിക്കിപ്പോൾ ബൈക്കാണ് വേണ്ട. എനിക്ക് സ്കൂളിൽ ചെല്ലണമെങ്കിൽ ബൈക്ക് കൊണ്ട് ചെല്ലാൻ പറ്റുള്ളൂ. അത് കാരണം ബൈക്ക് തന്നെ വേണമെന്നാണ് പറഞ്ഞത്. അല്ല, ബൈക്ക് വേണ്ട, നടന്നു വേണേൽ ചെല്ലാം. പക്ഷെ നമുക്ക് സാർ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും സാർ, അപ്പുറത്തൊരു സൈക്കിൾ ഇരിപ്പുണ്ട്, അത് ചവിട്ടിക്കൊണ്ട് വെക്കൂ. അത് പറഞ്ഞാൽ ശരിയാണല്ലോ. എങ്കിൽ സൈക്കിളുമായിട്ട് പോകാം കേസ്. ഓക്കെ സാർ, അതിൻ്റെ പൈസ എത്രയാണ്? സാറിൻ്റെ നമ്പർ പറയാൻ ഞാൻ അയച്ചു തരാം. പൈസ ഇന്ന് ഒരു 10,000 രൂപയേ ഉള്ളൂ. 10,000 രൂപയോ? 10,000 രൂപയല്ലേ ഉള്ളൂ കേസ്. അയച്ചു കൊടുത്തേക്കാം. എന്തായാലും നമുക്ക് നൈസായിട്ട് സാർ സൈക്കിൾ ഇവിടെ ആയിരുന്നു. സൈക്കിൾ അപ്പുറത്തുണ്ട് സാർ. ഓക്കെ, അപ്പോൾ എന്തായാലും സാർ തന്നെ വല്ല പൊട്ടിപ്പൊളഞ്ഞതാണോ അപ്പുറത്തുകൊണ്ട് ഇടാൻ? അങ്ങനെയൊന്നുമല്ല സാർ, അതങ്ങനെ മാറ്റിയിട്ടേക്കുന്നതേ ഉള്ളൂ. സൈക്കിൾ ആയതാണ്, അതിനാരും എടുക്കുന്നില്ലാത്തതാണ്, അങ്ങോട്ട് മാറ്റിയിട്ടതാണ് വേറെ വണ്ടി ഇടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും സൈക്കിൾ ഇപ്പറയാണെന്നാണെങ്കിൽ ഓക്കെ ദാണ്ട് കിടക്കുന്ന ഈ സൈക്കിളാണെന്നാണെങ്കിൽ പറഞ്ഞ്. അപ്പോൾ എന്തായാലും നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഇനിയിപ്പോൾ മുടി വെട്ടണം, കുറച്ച് ഡ്രസ്സ് മേടിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ദാണ്ട് കേസ് പുള്ളിക്കാരൻ പൈസയൊക്കെ കൊടുത്തിട്ട് പുള്ളിക്കാരൻ ടാറ്റ ബൈ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞ് നമ്മളോട് ബൈക്ക് വരുമ്പോൾ അറിയിക്കാമെന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പൈസയൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, ബൈക്കിൻ്റെ കൂടെ പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേസ് നമ്മൾ നൈസായിട്ട് ഇപ്പോൾ ഒരു കടയിലോട്ട് കയറിയൊക്കെ വന്ന് കയറിയിട്ടുണ്ട്. നമുക്ക് മുടിയും വെട്ടണം, പിന്നെ ഡ്രസ്സും മാറണം. അത് രണ്ടും ഇവിടെ ഉള്ള കാരണം അത് കാരണമാണ് കേസ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. രണ്ടും ഈ കടയിൽ തന്നെ ഉണ്ട് കേസ്. അതാണ് എല്ലാ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നേരെ കയറി നമുക്കെല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം കേസ്. ഓക്കെ, അങ്ങനെ കേസ് ഫൈനലി നമ്മൾ അകത്ത് കയറി മുടിയും വെട്ടി നമ്മളൊരു പാൻറ്റും പിന്നെ ഒരു ബനിയനും എടുത്തിട്ടുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിട്ടോടാണ് നമ്മൾ സ്കൂളിലോട്ട് പോകുന്നത്. ഓക്കെ കേസ്, സമയം നോക്കുകയാണെങ്കിൽ 8:30 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കുറച്ച് ദൂരം പോകാനുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്കൂളിലോട്ട് വിട്ടടിച്ച് പോകാം കേസ്. ഓക്കെ, ബാഗ് അപ്പുറത്തുനിന്നെങ്ങാനും എടുക്കാം കേസ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ കേസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഫൈനലി സ്കൂളിൽ എത്താറായിട്ടുണ്ട്. നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു കേസ് വരുവാണെങ്കിൽ കേസ് ഇവിടെ 5-6 കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും ബൈക്ക് സ്കൂട്ടറിലൊക്കെയാണ് കേസ് വന്നേക്കുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ സൈക്കിളേ വന്നത്. എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് എല്ലാം കേസ്. എന്തായാലും സ്കൂളുകളൊക്കെ നല്ല വലിയ സ്കൂളാട്ടോ കേസ്. എന്തായാലും നമുക്ക് കയറി ചെല്ലാം കേസ്. എന്തായാലും നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചർ ആരായിരിക്കും എന്നുള്ള കേസ്. എനിക്കിപ്പോൾ ഇത് എന്തോ വലിയ പേര് കേട്ട ടീച്ചറാണെന്നാണ് കേസ് പറഞ്ഞത്. എന്തായാലും സ്കൂളിൽ ക്ലാസ്സിൽ ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ കേസ്, ഇങ്ങനെ ഫസ്റ്റ് ബെല്ലിൽ റാങ്ങും ചെയ്തു കേസ്. പക്ഷേ ടീച്ചർ വന്നില്ല കേസ്. ഏതാണോ ടീച്ചർ നമുക്ക് വെയിറ്റ് ചെയ്യാം കേസ്. ഓക്കെ കേസ്, കെയർ ടീച്ചറല്ലേ? ഓ മൈ ഗോഡ് ഗേസ്, ഈ ടീച്ചറാണോ നമ്മളെ പഠിപ്പിക്കാൻ പോണേ? ഗേസ് നമ്മൾ പെട്ട് ഗേസ്, പുള്ളിക്കാരി ഒരു ഭ്രാന്തിയാണ് ഗേസ്. എൻ്റെ പൊന്നോ ഗേസ്, നമ്മൾ പെട്ടെന്നാണ് ഗേസ് തോന്നുന്നത്. അയ്യോ ഗേസ്, അതുകൊണ്ട് ഗേസ് പുള്ളിക്കാരത്തെ നമ്മളെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേസ്. ഓക്കെ, വന്നതേ നമ്മളെ പൊക്കിയോ, എന്ത് കാണിക്കാനാണ് ഗേസ്. എന്തായാലും നമുക്ക് അറിയാത്ത പോലെ നിൽക്കാം. ഓക്കെ ഗേസ്, വീണ്ടും വിളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും എണീറ്റ് നിൽക്കാം ഗേസ്. എന്തായാലും നമുക്ക് എണീറ്റ് നിൽക്കാം. പുള്ളിക്കാരി നമ്മളെ നോക്കി ഭയങ്കര വിളിയാണ്. കേസ് നമ്മളെ തന്നെയാണ് കേസ് വിളിക്കുന്നത്. ഞാൻ ആദ്യം വേറെ കാര്യമാണെന്ന് ഒന്നുകൂടെ പ്രതീക്ഷിച്ചു. എന്തായാലും കേസ് ഇപ്പോൾ എണീക്കാതിട്ടുണ്ട്. പുള്ളിക്കാരി നമ്മളെ കൊല്ലുകയാണ് കേസ്. എന്തായാലും നമുക്ക് എണീക്കാം. ഒരു ദിവസം അങ്ങനെ എണീറ്റിട്ടുണ്ട്. ഓക്കെ കേസ്, പുള്ളിക്കാരി നമ്മളോട് 2 എത്രയാണെന്നാണ് കേസ് ചോദിക്കുന്നത്. സിമ്പിൾ കേസ് 4. ഓക്കെ 4. ഓക്കെ കേസ്, അന്നേരം കേസ് 4 അല്ലേ 5? അതെങ്ങനെയാണ് കേസ്? 2 4 2 + 2 4 അല്ലേ കേസ്? പിന്നെ എങ്ങനെയാണ് 5 ആവുന്നത്? എന്തായാലും കേസ് പുള്ളിക്കാരി ചോദിക്കുന്നത് 3 + 3 ആണ് കേസ്. അപ്പം 7 പറയാം കേസ്. 7 ഒക്കെ കേസ് സൗണ്ട് കേസ് പെട്ട് കേസ്. സൗണ്ട് കേസ് പുള്ളിക്കാരി നമ്മളെ വിളിക്കുന്നുണ്ട് കേസ്. എന്തോ പണി തരാനാന്നൊക്കെയാണ് കേസ് പറയുന്നത്. ഓക്കെ കേസ്, എന്തായാലും നമ്മൾ നൈസായിട്ട് അവിടെ വന്ന് നിന്നിട്ടുണ്ട്. ഓക്കെ കേസ്, സൗണ്ട് കേസ് പുള്ളിക്കാരി നമ്മളെ ഇടിച്ച് ഓക്കെ കേസ്, അങ്ങനെ ഇന്നലെ പുള്ളിക്കാരി ഇടിച്ചപ്പോൾ നമുക്ക് കേസ് നമ്മളിതെവിടെയാ? കേസ് നമ്മൾ ക്ലാസ്സിലാണല്ലോ, ആരെയും കാണാനില്ലല്ലോ.
ഗേസ് ഇന്ന് രാത്രി ഇതന്നെ സംഭവം തന്നെയാണ് ഗേസ്. വീട്ടിൽ നമ്മുടെ പുറകെ ആരും ഉണ്ടെന്ന് തോന്നുന്നു, നമ്മളെ കെട്ടിയിട്ടേക്കുന്ന പോലെ ഗേസ്. എനിക്കൊന്ന് ഒക്കെ ഗേസ് നാളെ കെയർ ടീച്ചർ നമ്മൾ ബാക്കി വെക്കുന്നു, നമ്മളെ രാത്രിയോടെ കെട്ടിയിട്ടേക്കുവാണ് ഗേസ് സ്കൂളിൽ. എന്തായാലും ഗേസ് പുള്ളിക്കാരി താണ്ട് ഗേസ് നമുക്ക് ബോധം വന്നത് കണ്ടിട്ടുണ്ട്, താണ്ട് ഗേസ് വരുന്നുണ്ട് ഗേസ്. ഗേസ് ഇതെന്താണ് ഗേസ്, നമ്മളെ കൊല്ലുപോയി പുള്ളിക്കാരി. എന്തായാലും ഗേസ് നമ്മൾ പെട്ടു എന്നാണ് ഗേസ് തോന്നുന്നത്. എന്താ എന്നെ അഴിച്ചുവിടെ, എന്ത് കാണിക്കുമോ നിങ്ങൾ? എന്തായാലും ഗേസ് നാണ്ട് ഗേസ് പുള്ളിക്കാരി പണി തരാമെന്നൊക്കെ പറഞ്ഞ് എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഗേസ്. ഓക്കെ നാണ്ട് ഗേസ് പുള്ളിക്കാരി എന്തോ കമ്പും കോലും ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഗേസ്. നാണ്ട് ഗേസ് അടിക്കുക ഗേസ്, ഇതിന് വട്ടാണ് ഗേസ്. നാണ്ട് ഗേസ് വലിച്ചു പിടിച്ചടിക്കുന്ന ഗേസ്, വേദന എടുക്കുന്നുണ്ട് ഗേസ്. ഓക്കെ ഗേസ് അങ്ങനെ കുറേ നേരം അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തരത്തിൽ പുള്ളിക്കാരി എന്നിട്ട് വീട്ടിൽ പോയി ഗേസ്. നമ്മൾ ഒരു തരത്തിൽ കെട്ടും കാര്യങ്ങളൊക്കെ കടിച്ച് പൊട്ടി ചതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ വേലും കാര്യങ്ങളൊക്കെ വേദനെടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഗേസ് വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇനിയിപ്പോൾ സ്പീഡിലോട്ട് പോകാം ഗേസ്. ഓക്കെ ഗേസ് അങ്ങനെ നമ്മൾ നൈസായിട്ട് വീട്ടിലോട്ട് നേരൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. മേത്തൊക്കെ ആകെ വേദനയാണ് ഗേസ് പുള്ളിക്കാരി അടിച്ചത്. നമ്മളെ കെട്ടിയിട്ട് അടിച്ച് കേസ്. പുള്ളിക്കാരത്തേക്ക് ഒരു പണി കൊടുക്കണം കേസ്. എന്തായാലും നാളെ രാവിലെ ആവട്ടെ, എന്തായാലും നാളെ അവധിയാണ് കേസ്. നമുക്ക് നാളെ പോയി പണി കൊടുക്കണം കേസ്. പക്ഷേ എനിക്കൊരു ഐഡിയ തോന്നുന്നു, നമുക്കിട്ട് അത്ര അടി തന്നു കേസ്. എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം കേസ്. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കളി അങ്ങ് തീരുന്നില്ല. എന്തായാലും കയറി കിടന്നിട്ട് രാവിലെ എണീറ്റിട്ട് നോക്കാം കേസ്. അങ്ങനെ കേസ് രാവിലെയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും കേസ് ഇന്ന് പുള്ളിക്കാരത്തേക്ക് ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം കേസ്. എന്തായാലും പുള്ളിക്കാരി എന്തിരിതുണ്ടായിട്ടാണ് കേസ് നമ്മുടെ അടുത്ത് കളിക്കാൻ വന്നത്. പുള്ളിക്കാരത്തേക്ക് ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം കേസ്. എന്തായാലും നമ്മളൊരു ബൈക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവനോട് പറഞ്ഞിട്ട് ബൈക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കേസ് എന്തായാലും നമുക്ക് ഓക്കെ കേസ് പെട്ടെന്ന് സൈക്കിൾ എടുത്ത് പോയി കേസ്. എന്തായാലും നമ്മളൊരു ഫ്രണ്ടിലെ കാര്യമൊക്കെയാണ് കാണാൻ പോകുന്നത്. അവൻ നമുക്കൊരു ഐഡിയ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേസ്. എന്തോ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്നാണ് കേസ് പറഞ്ഞത്. അവൻ നിനക്ക് ഉപകാരം ചെയ്യുമെന്നാണ് കേസ് പറഞ്ഞത്. നമ്മളെല്ലാം അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഒന്നുകൂടി അവനെ സൂചിപ്പിച്ച് അവൻ ഫോട്ടോ ഒക്കെ തരാമെന്നാണ് പറഞ്ഞത്. സ്ഥലവും പറഞ്ഞു തരാം, അവിടെ പോയി അയാളെ കണ്ടാൽ മതി, എല്ലാം സെറ്റ് ആവുമെന്നാണ് കേസ് പറഞ്ഞത്. പിന്നെ നമുക്ക് നേരെ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് കാര്യമൊക്കെ പോകാം കേസ്. ഫ്രണ്ടിന് എവിടെയാണോ എന്തായാലും അവനെ ലൊക്കേഷൻ അവൻ അങ്ങനെ ഫൈനലി നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ടിൻ്റെ കാര്യമൊക്കെ എടുത്തെത്തിയിട്ടുണ്ട്. താണ്ട് നിൽക്കുന്ന കേസ്. എന്തായാലും കേസ് അവൻ എന്തായാലും നാണ്ട് കേസ് നടന്ന് എങ്ങോട്ട് പോവാണ്. എന്തായാലും നമുക്ക് നിർത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് നമുക്ക് ചോദിക്കാം കേസ്. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരിയോട് പക തീർക്കണം കേസ്. എന്താ അങ്ങനെയാണോ? ഓക്കെ കേസ് അങ്ങനെ ഫൈനലി ചെക്ക നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ അവനൊരു ഫോട്ടോ തന്നു. ഇവനും കാര്യങ്ങളുടെ ഇവൻ്റെ പേരാണ് കേസ് നിക്ക്. ഇവൻ മഹാകുറുമ്പനും കാര്യങ്ങളൊക്കെയാണ് കേസ്. ഇവൻ്റെ കയ്യിൽ ഉദിക്കാത്ത ഐഡിയാസ് ഇല്ല. അവൻ റാമ്പിൻ്റെ മണ്ടേ കാണുമെന്നാണ് പറഞ്ഞത്. നമ്മളോട് പോയി അവനെ പോയി കണ്ടിട്ട് കാര്യം പറയാൻ പറഞ്ഞു കേസ്. അവൻ നമ്മളെ സഹായിക്കാതിരിക്കുകയെന്നാണ് പറഞ്ഞത്. നല്ല പണി തന്നെ കൊടുക്കാൻ അവൻ നിന്നെ സഹായിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ നേരെ നമ്മുടെ റാമ്പിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ കേസ്. ഓക്കെ അപ്പോൾ എന്തായാലും ചെക്കൻ കുറുമ്പൻ ചെക്കനെ സീനാന്നാണ് ഈസ് പറഞ്ഞത്. ഓക്കെ ഗേസ് അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഗേസ് നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ പെട്ടെന്ന് തീ പിടിച്ച് പൊട്ടിത്തെറിച്ചു ഗേസ്. അപ്പം എന്തായാലും ഭാഗ്യത്തിൽ നമ്മൾ ഇറങ്ങി ഓടി. നമ്മൾ എന്നിട്ട് നേരെ നമ്മുടെ ഷോറൂമിൽ പോയി മസ്താങ്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ തിരിച്ച് വന്ന് നോക്കിയതാണ് ഗേസ് വണ്ടിക്ക് വല്ലതും എന്തായെന്നറിയാൻ. നമ്മൾ തിരിച്ച് വന്നപ്പോൾ തന്നെ അത് പൊട്ടിത്തെറിച്ചായിരുന്നു ഗേസ്. ഓക്കെ എന്തായാലും നമുക്കിനിയിപ്പോൾ നൈസായിട്ട് റാമ്പിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെയൊക്കെ റാമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേസ് ഇവിടെ ഉള്ളൊരു ഇതിൽ റാമ്പിൻ്റെ മണ്ടയിൽ കയറിയൊക്കെയാണ് ഗേസ് അവൻ നിൽക്കുന്നത്. എന്തായാലും ഗേസ് അവൻ എന്തിനാണ് ഗേസ് റാമ്പിൻ്റെ മണ്ടയിലൊക്കെ കയറി നിൽക്കുന്നത്? ഇവ പുറത്തുമല്ല നിന്നൂടെ? ഓക്കെ എൻ്റെ നമുക്ക് പോയി കാണാം കേസ്. ഓക്കെ അങ്ങനെ ഫൈനലി ഇതിൻ്റെ അറ്റത്ത് കയറി അവനവിടെ നിൽപ്പുണ്ട് കേസ്. അവൻ നമ്മളോട് പെട്ടെന്ന് കയറി വരാൻ പോകും കേസ്. എന്താണെന്ന് അറിഞ്ഞൂടാ. അവൻ എങ്ങനെ നമ്മളെ മനസ്സിലായി പുള്ളിക്കാരൻ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും കേസ് അവൻ ചെക്കൻ ഭയങ്കരനാണെന്ന് പറഞ്ഞത്. അവൻ്റെ അടുത്തില്ലാത്ത ഐഡിയാസ് ഇല്ലെന്നാണ് കേസ് പറഞ്ഞത്. ചെക്കൻ വലിയ സീനാണെന്നാണ് പറഞ്ഞത്. അവൻ്റെ പേരെന്നാ നിക്ക്. ഓക്കെ കേസ് എന്തായാലും നമുക്ക് നൈസായിട്ട് ചെക്കനോട് ഒരു കാര്യം പറയും. എന്തായാലും നമുക്കൊരു നല്ല പ്ലാൻ നമ്മുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും അവൻ്റെ വേറെ ഐഡിയാസ് ഉണ്ട്, അതുകൂടെ ചേർത്ത് നമ്മൾ ആ പ്ലാൻ ഇത് ചെയ്യാൻ പോവുകയാണ് കേസ്. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് നിക്കിനെ കാര്യമൊക്കെ കണ്ടിട്ടുണ്ട്. ഇവനും കാര്യമൊക്കെയാണ് നിക്ക്. അപ്പോൾ എന്തായാലും ഇവനെ വിളിച്ചോണ്ട് നമുക്ക് നേരെ ഇവൻ ഐഡിയാസൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കേസ് അവൻ ഈ ടീച്ചറിനെ കുറിച്ച് അറിയാമെന്നാണ് പറഞ്ഞത്. ടീച്ചറിൻ്റെ വീടും കാര്യമൊക്കെ ഇവൻ അറിയാം. ടീച്ചറിന് ഒത്തിരി പണി കൊടുത്തിട്ടുണ്ടെന്നാണ് കേസ് പറഞ്ഞത്. അപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ടീച്ചറിൻ്റെ വീടെന്ന് പറയുന്നത്, ഈ സ്കെയർ ടീച്ചറിൻ്റെ വീടെന്ന് പറയുന്നത് ഇവിടെ എടുത്തായിട്ട് തന്നെയാണ് ഈ നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ അപ്പുറയാണ് കേസ്. എന്തായാലും പുള്ളിക്കാരി അകത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ്. കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരുടെ വീടെന്നുമാണ് കേസ് പറയുന്നത്. നമ്മൾ ഫോണിൽ കാണിക്കുന്നുണ്ട് കേസ്. എന്തായാലും നമുക്ക് നൈസായിട്ട് വണ്ടിയിൽ അവനെ കേട്ടിക്കൊണ്ട് നേരെ അങ്ങോട്ടും കാര്യങ്ങളൊക്കെ പോകാം കേസ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്ന വഴിക്ക് പ്ലാൻ ആലോചിക്കുകയാണ് കേസ്. ഞാൻ എൻ്റെ പ്ലാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ അതിൻ്റെ അകത്ത് 2 പ്ലാൻ അവൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേസ്. നമുക്ക് എന്തായാലും ആ പ്ലാൻ തന്നെ പൂർത്തീകരിക്കുക, അത്രേ ഉള്ളൂ കേസ്. എന്തായാലും വണ്ടി കാര്യമൊക്കെ ഒന്ന് മറിഞ്ഞാണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ ഇനിയിപ്പം ജുറാസിക് പാർക്കിൻ്റെ അപ്പുറം പുള്ളിക്കാരുടെ വീട്ടിൽ പോയിട്ട് പണി കൊടുക്കുന്ന കേസ്. എനിക്കതിന് തടിച്ച് കയറുന്നുണ്ട് കേസ്. എന്നാൽ അവൾ തന്നെ അവിടെ ഇട്ട് അടിച്ച് പറിച്ച് കേസ്. എന്താണ് പറയേണ്ടതെന്നുണ്ട്. എന്തായാലും കേസ് നമ്മുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് മറിയുന്നുണ്ട്. എന്തായാലും അത് കറങ്ങി തിരിച്ചെന്നുള്ളൂ, കാരണം വലിയ സീനില്ല. ഓക്കെ അപ്പോൾ എന്തായാലും കേസ് നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെല്ലാം. ഓക്കെ കേസ് അങ്ങനെ ഫൈനലി ജുറാസിക് പാർക്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ എടുത്ത് എന്നിട്ട് പുള്ളിക്കാരിൽ നിന്ന് വിളിക്കണം കേസ്. നമ്മളൊരു പ്ലാൻ ഉണ്ട് കേസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ട് കേസ്, നമ്മൾ നൈസായിട്ട് പുള്ളിക്കാരനെ വിളിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേസ്. ഒരു കൊച്ചിനെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു പോലീസാണെന്ന് പറഞ്ഞാണ് കേസ് വിളിക്കാൻ പോണേ. ഓക്കെ അപ്പോൾ എന്തായാലും പോലീസല്ല കേസ്, വേറൊരാളാണെന്ന് പറഞ്ഞാൽ വിളിക്കാൻ പോണേ. പോലീസൊന്നുമല്ല, നിങ്ങൾക്ക്
അറിയാൻ ചാൻസ് ഉണ്ട് കേസ്, അത് കാരണം ഞാൻ പറയുന്നില്ല. എന്തായാലും നമുക്കതായാലും പുള്ളിക്കാരിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്നിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും കേസ് നമുക്ക് നൈസായിട്ട് ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഒന്ന് ഇവിടെ നിർത്തിയിട്ട്, ഇവിടെ അപ്പുറത്താണ് കേസ് പുള്ളിക്കാരുടെ വീട്, ഇവിടെ നിർത്തിയിട്ട് നമുക്ക് വിളിച്ച് പറയാം കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും കേസ് നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ടൊന്ന് വിളിച്ച് പറയാം. നെക്കും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, അവനെന്ന് നമുക്ക് നമ്പറും തന്നിട്ടുണ്ട് കേസ്. ഓക്കെ, എന്തായാലും കേസ് പുള്ളിക്കാരിയെ ഒന്ന് വിളിക്കാൻ പോകും കേസ്, ചെറിയൊരു പേടി തെറ്റുമെന്ന്. എന്തായാലും കേസ് നമുക്ക് വിളിച്ചങ്ങ് പറയാം കേസ്. ഇനിയിപ്പം നിർത്തിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും കേസ് നമുക്ക് നൈസായിട്ട് പുള്ളിക്കാരനെ കാര്യങ്ങളൊക്കെ വിളിക്കാൻ കേസ്. എന്നാണ് വിളിക്കാത്ത അങ്ങനെ ഫൈനലി കോള് പോയിട്ടുണ്ട് കേസ്. ഓക്കെ കേസ്, അങ്ങനെ പുള്ളിക്കാരനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമുക്ക് നൈസായിട്ട് ചെറിയൊരു പ്ലാനോടെ ഉണ്ട് കേസ്. നമുക്ക് നിൽക്കും കാര്യങ്ങൾക്ക് ലെറ്ററോടെ കൊണ്ടുവയ്ക്കും കേസ്, വിശ്വസിക്കാൻ വേണ്ടി. നമ്മൾ വിളിച്ചിട്ട് ഇന്ന് ഇവിടെ വരണമെന്നാണ് കേസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം കേസ്. ഓക്കെ, എന്തായാലും നിൽക്കും കാര്യങ്ങൾക്ക് ലെറ്റർ വയ്ക്കാൻ വേണ്ടി നൈസായിട്ട് ഒരു കൂസലില്ലാതെ ദാണ്ട് കേസ് കയറി പോകുന്നു. ആ ലെറ്റർ അവിടെ കൊണ്ടുവച്ചിട്ട് പറയാൻ വേണ്ടി നമ്മൾ വിട്ടതാണ് കേസ്. ചെക്ക് എന്തായാലും ഭയങ്കര ധൈര്യമാണ് കേസ്, അപാരം തന്നെ. എന്തായാലും കേസ് ആ പുള്ളിക്കാരി എല്ലാം കണ്ടാൽ തീർന്നത്. എന്തായാലും കേസ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ പുള്ളിക്കാരി കരയുമെന്ന് നോക്കാം കേസ്, അതുകൂട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ദാണ്ട് പുള്ളിക്കാരികളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ലെറ്ററും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേസ്. എന്തായാലും അത് കൈ പിടിച്ചാലാണ് കേസ് വരുന്നത്. ഓക്കെ കേസ്, ആണ്ട് കേസ് വന്നത് പൊട്ടിക്കരയുന്ന കേസ്. ഓക്കെ, രക്ഷപ്പെട്ട കേസ്. എന്തായാലും പുള്ളിക്കാരി ഓക്കെ കേസ് നമ്മൾ പറഞ്ഞിടത്തേക്ക് തന്നെ വരുന്നുണ്ട് കേസ്. ഓക്കെ, എന്തായാലും കേസ് നമ്മൾ വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി നടക്കുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെയൊക്കെയാണ് കേസ്. അവിടെ നമ്മൾ ട്രിക്ക് വെച്ചിട്ടുണ്ട് കേസ്. അതിന് വേണ്ടി നമ്മൾ പുള്ളിക്കാരി വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ കാർ എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതിൻ്റെ അകത്തും കാര്യമൊക്കെയാണ് കേസ്. ഓക്കെ, വീണ്ടും വണ്ടി പറഞ്ഞു. ഈ ഷോറൂമിൽ കൊടുത്ത പിന്നെയാണ് കേസ് ഈ മറിച്ചിൽ തുടങ്ങി. എന്തായാലും കേസ് നമ്മുടെ പ്ലാൻ എന്തായാലും നമുക്ക് പറയാം കേസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലേ നിങ്ങൾ കാണുക കേസ്, നിങ്ങൾ പ്ലാൻ കാണുക കേസ്. എന്തായാലും നമുക്ക് നൈസായിട്ട് ഇവിടെ വണ്ടി നിർത്താം. പുള്ളിക്കാരത്തിനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ അത് പറയേണ്ട ഒരാളെ പോലെയാണ് നമ്മൾ പറഞ്ഞ ആളാന്ന് പറഞ്ഞാണ് വിളിച്ചത്. എന്തായാലും നമുക്കിനിയിപ്പോൾ നൈസായിട്ട് കയറിയിട്ട് പണി തുടങ്ങാൻ കേസ്. അവൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, അവൻ ആ പ്ലാൻ പൂർത്തീകരിക്കും. അവൻ്റെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റാൻഡ് കേസ് പുള്ളിക്കാരിയും കാര്യമൊക്കെ നടന്നു വരുന്നുണ്ട്. നമ്മളെന്തായാലും നോക്കുവാണെങ്കിൽ പുള്ളിക്കാരിനെ പൈസ ഇട്ട് ഇതൊരു ടോയ് പൈസയാണ് കേസ്. അവനവിടെ റിമോട്ട് വെച്ച് നിൽക്ക് മണ്ടയിൽ ഇതും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുവാണ് കേസ്. അങ്ങനെ നൈസായിട്ട് പുള്ളിക്കാരിയും കാര്യങ്ങളൊക്കെ അവൻ അവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനാണ് കേസ്. എന്തായാലും ചാണ്ട് കേസ് ചക്ക മണ്ടയിലിരുന്ന് കൂസായിട്ടിരുന്ന് കൊണ്ടുവരുന്നുണ്ട് കേസ്. ഓക്കെ, എന്തായാലും അതിൻ്റെ അടി ചക്രമുള്ള ആൾ അതിങ്ങനെ കൺട്രോളർ വെച്ച് തെന്നി പോകും. ഓക്കെ കേസ്, ഇനിയാണ് കേസ് നമ്മുടെ ഊരം. എന്തായാലും പുള്ളിക്കാരി പൈസ അവിടെ നിന്ന് എടുക്കട്ടെ കേസ്, പണി കൊടുക്കാന്ന്. കേസ് പുള്ളിക്കാരി താണ്ട് കേസ് പൈസ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ കേസ്, ഇതായിരുന്നു കേസ് നമ്മുടെ ട്രിക്ക്. നമ്മൾ നൈസായിട്ട് നമ്മുടെ കണ്ടെയ്നർ ഇതൊരു കണ്ടെയ്നറാണ് കേസ്. ഈ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ മണ്ടയിൽ താഴോട്ടിട്ടിട്ടുണ്ട്. നമ്മൾ താണ്ട് കേസ് ഈ മണ്ടയിൽ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്ത് നേരെ പുള്ളിക്കാരുടെ മേത്തോട്ടിട്ടിട്ടുണ്ട്. എന്തായാലും കേസ് അതിൻ്റെ അകവും ഉള്ളു പൊള്ളയാണ് കേസ്. അതാണ് പുള്ളിക്കാരിക്കൊന്നും പറ്റിയല്ല. പക്ഷേ പുള്ളിക്കാരി അതിൻ്റെ അകത്ത് നിലവിളിച്ചിട്ടുണ്ട്, ആരും കേൾക്കാൻ പോകില്ല കേസ്. മാത്രമല്ല പുള്ളിക്കാരി അതിൻ്റെ അകത്ത് കുറച്ച് നാൾ കിടക്കട്ടെ കേസ്. ചാവുകയാണെങ്കിൽ ചാവട്ടെ, പുള്ളിക്കാരി നമുക്കിട്ട് പണിയാൻ വന്നേക്കുന്നു. ഏതായാലും കേസ് പുള്ളിക്കാരത്തേക്ക് നൈസായിട്ട് പണിതിട്ടുണ്ട്. എന്തായാലും നിൽക്കുക അവിടെ കൂസലായിട്ടിരുന്ന് വലിയ സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നൈസായിട്ട് ഇനിയിപ്പോൾ അവനൊക്കെ വീട്ടിൽ കൊണ്ടേ വിടണേ. ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് വീട്ടിലല്ല അവനെ കണ്ടെയ്നറിൻ്റെ അവിടെ കൊണ്ട് വിട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും കേസ് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകാം കേസ്. എന്തായാലും അങ്ങോട്ടേക്ക് ഇപ്പോൾ പണി സ്റ്റോപ്പായിട്ട് നിൽക്കുവാണ് കേസ്. അതായത് ആരും വരാനും പോളില്ല. പുള്ളിക്കാരി കുറച്ചാൾ അതിൻ്റെ അകത്ത് കിടക്കട്ടെ കേസ്. എന്നാൽ ചാവാനൊന്നും പോളില്ല, അതിൻ്റെ അകത്ത് കുറച്ചാൾ കിടക്കട്ടെ. പുള്ളിക്കാരി അറിയട്ടെ. എന്തായാലും കേസ് എന്തായാലും നമ്മളെ അത്രയൊക്കെ നമ്മൾ നല്ല പണി തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേസ്. അത്രേ ഉള്ളൂ. എന്തായാലും കേസ് നിക്കിൻ്റെ ഐഡിയ ആണ് കേസ്, മറ്റേ ടോയ് വെച്ചുള്ള ഇത്. എൻ്റെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അവളെ ടീച്ചറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത്. എന്തായാലും അതിന് നല്ല ഐഡിയ ഇതും കാര്യങ്ങളൊക്കെ നിൽക്കുക ടോയ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും കേസ് പുള്ളിക്കാരി നമ്മളെ നൈസായിട്ടൊന്ന് ശപിച്ചോന്നൊരു ഡൗട്ട് കേസ്. എല്ലായിടത്തും ചെയ്ത് കയറത്തുണ്ട് കേസ്. ഇത് നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കേസ്. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് വരെ ബൈ സൂൺ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വരെ ബൈ സൂൺ.